ഹലോ, വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് വീഡിയോയിൽ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മളിന്ന് ഹെയർ കളർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് സ്ട്രീക്സിൻ്റെ ക്രിംസൺ റെഡ് എന്ന് പറയുന്ന കളറാണ്. അപ്പം നിങ്ങളൊരു സ്റ്റാർട്ടറാണെങ്കിൽ യു ഷുഡ് പ്രോബബ്ലി സ്ട്രീക്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പാരഡൈസ് എന്ന് പറയുന്ന വേറെ ബ്രാൻഡ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. രണ്ടും നല്ലതാണ്. അപ്പോൾ നമ്മൾ മുമ്പും ഹെയർ കളർ ചെയ്തിട്ടുണ്ട്. മുമ്പ് ഞാനൊരു സ്ട്രീക്സിൻ്റെ തന്നെ ഒരു വയലറ്റ് കളറാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാം. പിന്നെ ഞാൻ സലൂണിൽ പോയിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് പോലെ അടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ എൻഡ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതിൻ്റെ പിക്ക് ഞാൻ അവിടെ കൊടുത്തേക്കാം. സോ രണ്ടും നല്ല കളേഴ്സായിരുന്നു. ഫസ്റ്റ് ഞാൻ സ്ട്രീക്സ് അടിച്ചത് സലോൺ ചേട്ടനും ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ. അതിന് കുറേ നല്ല റിവ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഏതാ യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ. ഇപ്പോൾ നമ്മൾ റെഡ് അടിക്കാൻ പോവുകയാണ് ആഫ്റ്റർ എ ലോങ് ടൈം. ഓക്കെ അപ്പോൾ ഇതടിക്കുന്നതിന് മുമ്പായിട്ട് ഐ നീഡ് ടു കട്ട് മൈ ഹെയർ. അപ്പോൾ ഞാൻ പോയി ഹെയർ കട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, 1 2 3. അപ്പോൾ ഗായ്സ്, നമ്മൾ ഹെയർ കട്ട് ചെയ്തു. ഐ ഗസ് ഇറ്റ്സ് ഗുഡ്. കുറച്ച് ലെയേഴ്സ് വന്ന പോലെ തോന്നുന്നുണ്ട്. ലെങ്ത്ത് കുറച്ചിട്ട് ഞാൻ ലെയേഴ്സ് ആഡ് ചെയ്തതേ ഉള്ളൂ. അത് കിട്ടിയ പോലെ തോന്നുന്നുണ്ട്. കുറച്ച് കട്ടർ ബാങ്ക്സ് ആയാലും I think it's fine. So if you want hair tutorial കട്ട് ചെയ്യുന്ന ട്യൂട്ടോറിയൽ വീഡിയോ വേണമെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് ലെങ്ത് ആയി പോകും വീഡിയോ. സോ നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻട്രോസ് ഒന്ന് ആദ്യം വായിച്ച് നോക്കാം. നമ്മളിപ്പം ബ്ലീച്ച് ചെയ്തിട്ടാണ് നമ്മൾ കളർ ചെയ്യുന്നത്. അപ്പം പ്രശ്നം വെച്ചാൽ നമ്മൾ ബ്ലീച്ച് ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചിരിക്കും നമ്മൾ എത്രത്തോളം കളർ വരുന്നത്. ഇപ്പോൾ ലോങ് ഡ്യൂറേഷൻ നമ്മൾ ബ്ലീച്ച് വെച്ചാൽ നല്ല ലൈക്ക് ഭയങ്കര ഇതേപോലത്തെ ഭയങ്കര ചോപ്പൊക്കെ വരും. ഇപ്പം ബ്ലീച്ച് കുറച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറ്റുക, മെറൂണിഷ് ആ ഒരു ഷെയ്ഡ് വരും. സോ അതനുസരിച്ച് എല്ലാവരും ചെയ്യാം. ഇൻസ്ട്രക്ഷൻ വായിച്ചിട്ട് വരാം. അതിന് മുമ്പ് നിങ്ങൾക്ക് കുളമാക്കാൻ ഇഷ്ടമുള്ള ഒരു ടീഷർട്ട് എടുക്കുക. അത് നമുക്ക് കളേഴ്സൊക്കെ പറ്റും. സോ ഗ്ലൗസ് ഇമ്പോർട്ടൻറ്റ്. ഗ്ലൗസ് ഇട്ടു. നല്ല പേടിയുണ്ട്. അത് നമ്മളെ ബ്ലോണ്ട് പൗഡറും ഡെവലപ്പറും നമ്മൾ അടിക്കാൻ പോവുകയാണ്. കളർ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എനിക്ക് നല്ല പേടിയുണ്ട് ഇതെങ്ങനെ ടേൺ ഔട്ട് ചെയ്യുമെന്ന്. ഐ ഹോപ്പ് ഇറ്റ്സ് ഗുഡ്. ഫിംഗേഴ്സ് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഡെവലപ്പറും പൗഡറും എടുത്തിട്ടുണ്ട് യൂസ് ചെയ്യാം. പിന്നെ ഫോമിലായിട്ടുണ്ട്. ഹെയർ $30 minutes വെക്കണം. നമുക്ക് 30 minutes കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കാണാം. ഓക്കെ, 1 2 3. സോ നമ്മൾ ഹെയർ ബ്ലോണ്ട് ചെയ്തിട്ട് ഡ്രൈ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ സ്ക്രീനിൽ വിസിബിൾ അല്ലെങ്കിലും ഇത് കുറച്ച് കളറായിട്ടുണ്ട്. ഐ ക്യാൻ സീ സൺലൈറ്റിലായിരിക്കും കുറച്ചുകൂടെ പ്രോമിനൻ്റ് ആയിട്ട് കാണാം. ഇതിലേക്ക് നമ്മുടെ ഡെവലപ്പറും കളറും ക്രീമും കൂടെ മിക്സ് ചെയ്ത് വയ്ക്കാം. ലെറ്റ്സ് ഗോ. ഒരു യെല്ലോ വൈറ്റ് കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്യും. ഓക്കെ, അതൊരു 30 minutes വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഗൈസ്, ഹെയർ വാഷ് ചെയ്തു. ഇതിപ്പോൾ ഈ ലൈറ്റിൽ കളറൊന്നും കാണില്ല, മുടി വെറ്റായിട്ടിരിക്കുന്നുണ്ട്. സോ ഇത് നമുക്ക് ഡ്രൈ ആക്കി സ്റ്റൈൽ ചെയ്ത് സൺലൈറ്റിൽ നിൽക്കണം. ഓക്കെ.